ഹലോ. എന്നെ കാണാൻ പറ്റുന്നുണ്ട്, സ്ക്രീന് വിസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് PYQs ആണ്. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, നിങ്ങളിപ്പോൾ CUT PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും രണ്ടു പേർക്കും ഹൈലി യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമുക്കറിയാം CUT PGയും അതുപോലെ തന്നെ നെറ്റിൻ്റെ സിലബസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. അതായത് നെറ്റിൽ കുറച്ചും കൂടെ എന്താണ് സിലബസ് കൂടുതലാണല്ലേ, കുറച്ചുകൂടെ ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. അതായത് CUT PGൻ്റെ എല്ലാ ടോപ്പിക്സും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ UGC നെറ്റ് എക്സാമിന് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് December 2022 PYQs ആണ്. അതിൽ ഷിഫ്റ്റ് 1ലും ഷിഫ്റ്റ് 2ലും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. CUT PGക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, നമ്മൾ എന്തിനാണ് നെറ്റിൻ്റെ PYQ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് എക്സാമും കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യ ആണ്. നമ്മുടെ നെറ്റിൻ്റെ PYQs നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എന്ത് കിട്ടും, ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, CUT PGക്കാർക്കും കൂടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത്. മസ്റ്റായിട്ട് നിങ്ങളത് വാച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒരു പെന്നും പേപ്പറൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങളൊന്ന് സെൽഫ് വാല്യൂ ചെയ്യുക. നിങ്ങൾ എങ്ങനെ ഗ്രോ ചെയ്യണം അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നമ്മുടെ എക്സാമിന് കുറച്ച് ഡേയ്സും കൂടെ മാത്രമേ ഉള്ളൂ അല്ലേ CUT PGക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് December 2022 PYQ ആണ്. UGC നെറ്റിൻ്റെ ഷിഫ്റ്റ് 1ഉം ഷിഫ്റ്റ് 2ൻ്റെതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റാൻഡംലി സെലക്ട് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ ഡേയും നമ്മൾ വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കിത് ഹൈലി യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനും അതുപോലെ തന്നെ നമ്മുടെ എക്കോഡൊമൈനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? എന്താ പറയുന്നത്? ഡാഷ് അറൈസസ് വെൻ ദ ഫേം ക്യാൻ പ്രൊഡ്യൂസ് എനി കോമ്പിനേഷൻ ഓഫ് ദി ടു ഔട്ട്പുട്ട് മോർ ചീപ്ലി ദാറ്റ് കുഡ് ടു ഇൻഡിപെൻഡൻറ്റ് ഫേം ദാറ്റ് ഈച്ച് പ്രൊഡ്യൂസ് എ സിംഗിൾ ഔട്ട്പുട്ട്. എന്താണ് പറയുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു രണ്ട് ഫേമിന് എടുക്കുക. A എന്ന് പറയുന്ന ഒരു ഫേം ഉണ്ട് നമ്മുടെ കയ്യിൽ, അതുപോലെ തന്നെ എന്തുണ്ട്, B എന്ന് പറയുന്ന ഒരു ഫേം ഉണ്ട് അല്ലേ. ഈ എയിലും ബിയിലും നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ഗുഡ്സുകൾ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ്ലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് X എന്ന് പറയുന്ന ഗുഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, A എന്ന് പറയുന്ന ഫേമിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. അതുപോലെ തന്നെ Y എന്ന് പറയുന്ന ഗുഡ് എന്ത് ചെയ്യാണ്, നമ്മൾ B എന്ന് പറയുന്ന ഫേമിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ രണ്ട് ഗുഡ്സിനെ എന്ത് ചെയ്യാണ്, നമ്മൾ സിംഗിൾ ആയിട്ടുള്ള C എന്ന് പറയുന്ന ഒരു ഫേമിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നതാണ് പറയുന്നത്, മോർ ചീപ്ലി, എന്ത് നമ്മുടെ കോസ്റ്റ് എന്ത് ചെയ്യും, വളരെ ചീപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഇക്കണോമിക്സിൽ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഏകദേശം ഒരു ഔട്ട്പുട്ട് നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ സെയിം ആയിട്ട് തോന്നുന്ന ഗുഡ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ ഏകദേശം മെഷീൻസ് ഒക്കെ ഏകദേശം സെയിം ആയിട്ട് തോന്നുന്ന രണ്ട് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ഫേമിൽ ഇൻഡിവിജ്വലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുക, ഒരൊറ്റ ഫേമിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അവിടെ നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ഏകദേശം എന്തായിരിക്കും, ഈ ലാർജർ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെ, ഈ ഒരു കോൺസെപ്റ്റിനെ ഇക്കണോമിക്സിൽ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ആയിട്ട് എന്തൊക്കെയുണ്ട്, ലേണേഴ്സ് കർവ് ഉണ്ട് അല്ലേ. എന്താണ് ലേണേഴ്സ് കർവ്? നമുക്കറിയാം, ലേണേഴ്സ് കർവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലേണിംഗ് ബൈ ഡൂയിങ്ങിനെയാണ്. ലേണിംഗ് ബൈ ഡൂയിങ് എന്താണ്, നമ്മളൊരു സാധനം വളരെയധികം എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിക്കുക അല്ലേ. നമ്മൾ ഒരുപാട് സമയം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മാറും അല്ലേ. കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പെർഫോം ചെയ്യാൻ പറ്റും അല്ലേ. ഇതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുക, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാമെന്ന് വിചാരിക്കുക. ഔട്ട്പുട്ടിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന സമയത്ത്, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പെർ യൂണിറ്റ് ഓഫ് കോസ്റ്റ്, അതായത് പെർ യൂണിറ്റ് ഓഫ് കോസ്റ്റ് ഓൺ ദി ഔട്ട്പുട്ട് എന്ത് ചെയ്യും, നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അതായത് ലാർജർ എമൗണ്ടിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ
യൂണിറ്റിൻ്റെ മുകളിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, നമുക്ക് ബൾക്കായിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങാൻ പറ്റും അല്ലേ. ബൾക്കായിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്കറിയാമല്ലേ, ഹോൾസെയിൽ മാർക്കറ്റിലും അതുപോലെ തന്നെ റീറ്റെയിൽ മാർക്കറ്റിലും പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്, ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നമുക്കൊരു ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. റീറ്റെയിൽ ആകുമ്പോൾ എന്തായിരിക്കും, അത് ഓരോ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും പോകുന്നതിൻ്റെ ചിലവും അതുപോലെ തന്നെ അവിടെ പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്കറിയാം അവിടുത്തെ കടക്കാരെന്തായിരിക്കും ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ടായിരിക്കും ഈ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിന് മുകളിൽ അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, ഈടാക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ബൾക്കായിട്ട് ഗുഡ്സ് വാങ്ങൂല, ഹയർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബൾക്കായിട്ട് എന്ത് ചെയ്യും, ഗുഡ്സ് വാങ്ങൂല. അത് നമ്മളെ സംബന്ധിച്ചോളം എന്താണ്, കോസ്റ്റ് സേവ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണല്ലോ. ബൾക്കായിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും, കൂടുതലായിട്ട് വാങ്ങുന്ന സമയത്ത് കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പാരിറ്റീവ്ലി റീറ്റെയിലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ പ്രൈസിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം, വാങ്ങാൻ പറ്റുന്നുണ്ടാവാം അല്ലേ. പിന്നെന്താണ് പറയുന്നത്, നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മാറില്ല. നമ്മുടെ ലേബേഴ്സ് ആണെങ്കിലും നമ്മുടെ മെഷീൻസ് ഒക്കെ ആണെങ്കിലും കൂടുതൽ പ്രൊഡക്റ്റീവ് ഓർ എഫിഷ്യൻ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് എന്ത് ഫീൽ ചെയ്യും, നമുക്ക് നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻറ്റ് ഫീൽ ചെയ്യും. നമുക്ക് കുറഞ്ഞ അളവിൽ എന്ത് ചെയ്യാം, എഫിഷ്യൻ്റ് ആവാന്ന് പറയുമ്പോൾ എന്താണ്, ലേബർ വളരെ എഫിഷ്യൻ്റ് ആവാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറഞ്ഞ അവേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ ലേബറിന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് മാറാം. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പെർ യൂണിറ്റ് കോസ്റ്റ് ഓൺ ദി ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഡിസ്ഇക്കോണമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, അതായത് നമ്മൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഈ പെർ യൂണിറ്റ് ഓൺ ദി ഔട്ട്പുട്ട് കോസ്റ്റ് എന്ത് ചെയ്യും, കൂടാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം എന്താണ്, ഇപ്പോൾ ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലാണെങ്കിലും അതിൻ്റെ മാനേജിങ് ഒക്കെ ആണെങ്കിലും എന്താവും, ചില ആളുകൾക്ക് എന്തെങ്കിലും കയ്യിൽ നിൽക്കില്ല അല്ലേ, കൂടുതൽ കോസ്റ്റ് അതിൻ്റെ മുകളിൽ ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അല്ലേ. അതായത് ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഹയർ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതലായിട്ട് അവർക്ക് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ മുകളിൽ എന്ത് വരും, കൂടുതൽ കോസ്റ്റ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻകർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ ഇക്കണോമിക്സ് ഓഫ് സ്കോപ്പ്. ഇക്കണോമിക്സ് ഓഫ് സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി ഇക്കണോമിക്സ് ഓഫ് സ്കോപ്പ് അല്ലേ. എന്താണ് പറയുന്നത്, നമ്മൾ രണ്ട് പ്രൊഡക്ട്സിന് എന്ത് ചെയ്യാണ്, ഏകദേശം സിമിലാരിറ്റി ഉള്ള അല്ലെങ്കിൽ ഏകദേശം ഒരു അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ ഏകദേശം എന്താ പറയുക സിമിലർ ആയിട്ട് വരുന്ന ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ഇൻഡിവിജ്വൽ ഫേമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് ഒരു ഫോമിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ കോസ്റ്റ് എന്ത് ചെയ്യും, ലോവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് മുകളിലുള്ള കോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യും, ലോവറായിട്ട് ഫീൽ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്കണോമിക്സ് ഓഫ് സ്കോപ്പ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ഓഫ് സ്കോപ്പാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടോ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു വൺ മാൻ ഷോ അല്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതും കൂടെ മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ഓഫ് സ്കോപ്പ് ആണ് അല്ലേ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ഇഫ് ദ ഡിമാൻഡ് ഫോർ ദ ലേബർ ഇൻക്രീസസ്, അതായത് ലേബറിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുന്നത്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ പറയണേ. ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ട് പറയുന്നത് റിയൽ വേജ് റൈസ് ചെയ്യുന്നതാണ്. എന്താണ് റിയൽ വേജും അതുപോലെ തന്നെ നോമിനൽ വേജ് എന്ന് പറയുന്നത്. നോമിനൽ വേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്ക് നോമിനലി ഫീൽ ചെയ്യുന്ന കാര്യം അല്ലേ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാണ്, ഈ ഒരു മാസം നമുക്കൊരു 10,000 നമുക്ക് സാലറി കിട്ടിയിട്ടുണ്ട്, അടുത്ത മന്ത് നമുക്ക് എന്ത് ചെയ്യാണ് ഒരു 15,000 ആണ് സാലറി കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, എൻ്റെ നോമിനൽ വേജ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പറയാം. അതായത് നമ്മൾ കാണുന്ന ആ ഒരു സിസ്റ്റം അല്ലേ, അതായത് ഇൻഫ്ലേഷന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻകോപ്പറേറ്റ് ചെയ്യാത്തൊരു വേജ് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം, നോമിനൽ വേജ് റേറ്റ് എന്ന് പറയുന്നത്. റിയൽ വേജ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇൻഫ്ലേഷനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻകോപ്പറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു വേജ് റേറ്റ് എന്ന് പറയുന്നത് 400 ആണെന്ന് വിചാരിക്കാം. എനിക്ക് ഡെയിലി ഇപ്പം എന്ത് കിട്ടുന്നുണ്ട്, 400 റുപ്പീസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ വേജ് റേറ്റ് എന്ന് പറയുന്നത് 400 റുപ്പീസ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യാണ്, 400 റുപ്പീസിന് ഈക്വൽ ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്ന് വിചാരിക്കാം. ഞാനൊരു ഡെയിലി ജോലി ചെയ്യുന്ന ഒരാളാണ്. സോ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് എന്ത് വേണം, അരി, പഞ്ചസാര, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് കിട്ടുന്ന 400 റുപ്പീസിന് ഞാൻ എന്ത് ചെയ്യാണ്, 400 റുപ്പീസിന് ഈക്വൽ ആയിട്ടുള്ള സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. സോ എൻ്റെ വേജ് റേറ്റ് എന്ത് ചെയ്യാണ്, 400 നിന്ന് 800 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. 400 നിന്ന് 800 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതേ സമയം പണ്ട് ഞാൻ 400 റുപ്പീസിന് വാങ്ങിയിട്ടുള്ള സാധനം ഇപ്പം എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വാങ്ങുന്നത് 800 റുപ്പീസിനാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുക, ഇൻഫ്ലേഷൻ എന്ന് പറയാം അല്ലേ. അതായത് ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക,
നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ ഡയറക്റ്റ്ലി നമ്മൾ വളരെയധികം എന്താ പറയുക സിമ്പിളായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വേജ് റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 400 നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 800 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്ക് എന്ത് പറയാം, നോമിനൽ വേജ് റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ടെന്ന് പറയാം. എന്നാൽ എൻ്റെ റിയൽ വേജ് റേറ്റ്, ഞാൻ ഇൻഫ്ലേഷൻ നോക്കുന്ന സമയത്ത് എന്താണ്, പണ്ട് ഞാൻ 400 റുപ്പീസിന് വാങ്ങിയിട്ടുള്ള സാധനം ഇപ്പോൾ എനിക്ക് എന്താണ് 800 റുപ്പീസിനെ വാങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്, ഇൻഫ്ലേഷൻ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ എന്താണ് പർച്ചേസിങ് പവർ എന്താണ് ഇപ്പോൾ എന്താണ് പണ്ടത്തെ അതേപോലെയാണ് നിൽക്കുന്നത്. ഒരിക്കലും എൻ്റെ പർച്ചേസിങ് പവർ എന്ത് ചെയ്തിട്ടില്ല, കൂടിയിട്ടില്ല. ഇവിടെ റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണല്ലോ അല്ലേ. അങ്ങനെ എന്താണ് നമ്മൾ ഇൻഫ്ലേഷൻ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വേജ് റേറ്റിന് നമ്മൾ എന്ത് ചെയ്യാണ് നോക്കിക്കാണാം. ഇതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയാം, റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റിയൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ എന്താണ്, ഞാൻ ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, എൻ്റെ ഒരു കമ്പനി പറയാണ് നിങ്ങൾ അടിപൊളിയാണ്, സോ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ജോബ് ഓഫർ ചെയ്യുകയാണെന്ന് എന്നോട് പറയാം. അപ്പോൾ എൻ്റെ ഡിമാൻഡ് അവിടെ കൂടാണല്ലേ. അപ്പോൾ എൻ്റെ റിയൽ വേജ് റേറ്റ് റൈസ് ചെയ്യും. ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, എനിക്ക് ഡിമാൻഡ് കൂടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഹയർ സാലറി ഞാൻ എന്ത് ചെയ്യും, ഡിമാൻഡ് ചെയ്യൂലേ. അപ്പോൾ എന്ത് സംഭവിക്കും, എൻ്റെ റിയൽ വേജ് റേറ്റ് എന്ത് ചെയ്യും, റൈസ് ചെയ്യും. സെക്കൻഡ് എന്താ പറയുന്നത്, എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയിഡ് ഇൻക്രീസ്. ഓഫ് കോഴ്സ് അല്ലേ, എന്താണ് ഡിമാൻഡ് ഫോർ ലേബേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ലേബേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഹയർ ചെയ്യുന്നത് കൂട്ടും അല്ലേ. സോ ദ ബോത്ത് 1 and 2 ഹാപ്പൻ, നൺ ഓഫ് ദി അബോവ്. സോ ഇതിലറിയാൻ എന്താണ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ് അല്ലേ. കിട്ടിയിട്ടുണ്ടോ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. നോക്കാം, യെസ് സി ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് സ്പെൻഡിങ്. ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ പോളിസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് അല്ലേ. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ പോളിസി നടപ്പിലാക്കുന്ന ആരാണ്, ഗവൺമെൻറ് ആണല്ലേ. ഫിസിക്കൽ അല്ല, ഇറ്റ്സ് എ ഫിസ്ക്കൽ. ഓക്കെ, ഫിസിക്കൽ ആണ് കേട്ടോ, ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസി. ഓക്കെ, സോ ഗവൺമെൻറ് സ്പെൻഡിങ് ഈസ് എ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ആണോ. നമുക്കറിയാം ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയുണ്ട്, നമുക്കറിയാം കൺസംഷൻ എന്തുണ്ട്, ഓട്ടോണമസ് കൺസംഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. C=A+BY, C=A+BY. എന്താണ് എ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണല്ലേ. ബി എന്ന് പറയുന്നത് എന്താണ്, MPS ആണ്. Y എന്ന് പറയുന്നത് ഇൻകം ആണ്. ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുമ്പോൾ ഇൻകം ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും അല്ലേ. നമുക്ക് ഇൻകം ഉള്ളപ്പോൾ മാത്രമാണോ നമ്മൾ കൺസ്യൂം ചെയ്യുക, ഒരിക്കലും ഇല്ലല്ലേ. ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ട് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. ഇതാണ് നമ്മൾ എന്ത് പറയുക, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ദെൻ ബി എന്ന് പറയുന്നത് എന്താണ്, MPC ആണല്ലേ. MPC എന്ന് പറയുന്നത് എന്താണ്, കൺസംഷൻ ഫംഗ്ഷൻ്റെ എന്താണ് സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MPC എന്ന് പറയുന്നത് അല്ലേ. Y എന്ന് പറയുന്നത് ഇൻകം ആണല്ലേ. ഈ BY കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് എന്താണ് അത് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ബി പ്രൊപ്പോർഷനേറ്റിൽ, അതായത് MPC പ്രൊപ്പോർഷനേറ്റിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ പറയുന്നത്, ദ സെക്കൻഡ് എലമെന്റ് ഓഫ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ്. നമുക്കറിയാം കൺസംഷനിൽ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത് എ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് സ്പെൻഡിങ് അല്ലേ, ഗവൺമെൻറ് സ്പെൻഡിങ്ങും ആക്ച്വലി എന്താണ്, അതൊരു ഓട്ടോണമസ് സ്പെൻഡിങ് ആണ്. കാരണം എന്താണ്, ഈ ഓട്ടോണമസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻകം നോക്കാതെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം എന്താണ്, ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, എൻ്റെ പൈസ നോക്കിയിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം, അതിനെ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് എക്സ്പെൻഡിച്ചർ, ഇൻഡ്യൂസ്ഡ് സ്പെൻഡിങ് എന്നൊക്കെയാണ് നമ്മൾ പറയാം. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇൻകം നോക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്, രാജ്യത്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെൻഡ് ചെയ്യുക. ഇതിനാണ് ആക്ച്വലി നമ്മൾ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അതെന്താണ്, ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ തന്നെയായിരിക്കും. ദെൻ സെക്കൻഡ് എന്താണ്, ടു ബി കൺട്രോൾഡ് ബൈ ദ പോളിസി മേക്കേഴ്സ്. ഓഫ് കോഴ്സ് അല്ല, അതായത് നമ്മൾ എന്ത് ചെയ്യും, ഗവൺമെൻറ് ലെവലിലുള്ള അഡ്മിനിസ്ട്രേഷൻ ലെവലൊക്കെ തീരുമാനിക്കുന്ന രീതിക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഗവൺമെൻറ് സ്പെൻഡിങ് നമ്മൾ നടപ്പിലാക്കുന്നുണ്ടാവുക. സി എന്ന് പറയുന്നത് എന്താണ്, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഡയറക്ട്ലി ഓൺ ദ ലെവൽ ഓഫ് ഇൻകം. അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ നേഷണൽ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. അതായത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം എന്താണ്, ആ ഒരു നേഷന് എന്താണ് വളരെയധികം ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു റിസഷൻ മോഡിലൂടെ പോവുകയാണെങ്കിൽ അവിടെ നേഷന് എത്രത്തോളം ഇൻകം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നാഷന് എത്രത്തോളം ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ബേസിലല്ല ഒരിക്കലും എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് സ്പെൻഡിങ് നമ്മൾ നടപ്പിലാക്കുന്നത്. മറിച്ച് അവിടെ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, അവിടെ ഗവൺമെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ നേഷൻ എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, നേഷൻ കൂടുതൽ എന്ത് ചെയ്യണം, ഡെവലപ്പ് ആവണം, വെൽഫെയർ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, നമ്മളുടെ ഓട്ടോണമസ്
എക്സ്പെൻഡിച്ചർ. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാഷണൽ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യാത്ത എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അല്ലേ. ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡ്യൂസർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പോൾ ഗവൺമെന്റ് സ്പെൻഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ്സ് ഡയറക്ട്ലി ഓൺ ദ ലെവൽ ഓഫ് ഇൻകം. അതായത് ഇൻകം നോക്കിയിട്ടല്ല ഗവൺമെന്റ് സ്പെൻഡിംഗ് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നേഷ്യൻ്റെ ഗ്രോത്ത് ആണ്, വെൽഫെയർ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി എബോ എന്നുള്ളതാണ് അല്ലേ. ഇതിന് കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി എബോ എന്നുള്ളതാണ്. ഓക്കെ, കിട്ടിയോ? യെസ്, ഓൾ ഓഫ് ദി എബോ. Then fourth question, which institution has published the Human Development Report annually since 1990? 1990 മുതൽ ആരാണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഇയർലി പബ്ലിഷ് ചെയ്യുന്നത്? ആരാണ്? ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണോ, വേൾഡ് ബാങ്ക് ആണോ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണോ, അതുപോലെ തന്നെ യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണോ? കൺഫ്യൂഷൻ ഒന്നുമില്ല അല്ലേ, ആരാണ്? UNDP ആണ് അല്ലേ, അതായത് യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ്. ഓക്കെ, സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാട്ടോ. എ ടോൾ ഈസ് എ ടാക്സ് ഓൺ ദോസ് സിറ്റിസൺ ഹു യൂസ് ടോൾ റോഡ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം നമുക്കറിയാം അല്ലേ, നമുക്ക് ടോൾ റോഡ്സ് ഒക്കെ കാണാൻ പറ്റില്ല. നമ്മൾ ട്രിവാൻഡ്രമൊക്കെ പോകുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? ടോൾ റോഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. അവിടെ എന്താണ്? ഈ ടോൾ റോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം അല്ലേ. ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേയ്മെൻറ്റ് കൊടുക്കണം. ദിസ് പോളിസി ക്യാൻ ബി വ്യൂഡ് ആസ് എ ആപ്ലിക്കേഷൻ ഓഫ്. അപ്പോൾ ഇതിനെ നമ്മൾ ആക്ച്വലി എന്താണ് വിളിക്കുന്നത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ എ പറയുന്നത് ദ ബെനഫിറ്റ് പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇക്വിറ്റി, വെർട്ടിക്കൽ ഇക്വിറ്റി ആൻഡ് ടാക്സ് പ്രോഗ്രസിവിറ്റി. എന്താണ് ഹൊറിസോണ്ടൽ ഇക്വിറ്റി? ഹൊറിസോണ്ടൽ ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് പേരെ നമ്മൾ എടുക്കുക. എ എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ട് നമ്മുടെ അടുത്ത്. രണ്ട് പേരുടെയും സാലറി എന്ന് പറയുന്നത് 50,000 ആണെന്ന് വിചാരിക്കാം. രണ്ടുപേരുടെയും സാലറി എന്ന് പറയുന്നത് 50,000 ആണെന്ന് വിചാരിക്കാം. രണ്ടുപേരുടെയും സാലറി 50,000 ആയിരിക്കെ രണ്ടുപേരും കൊടുക്കുന്നത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അയാളുടെ എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അയാൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. മറിച്ച് രണ്ടു പേർക്കും സെയിം സാലറി ആണോ കിട്ടുന്നത്, രണ്ടുപേരും എന്ത് ചെയ്യണം? അതിൻ്റെ സെയിം പെർസെൻറ്റേജ് ഓഫ് എന്ത് കൊടുക്കണം? ഇൻകം ടാക്സ് അവർ കൊടുക്കണം. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? ഹൊറിസോണ്ടൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഇക്വിറ്റി ആണെങ്കിലോ, വെർട്ടിക്കൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടു പേർക്കും എന്താണ്? ഡിഫറെൻറ്റ് സാലറി ആണുള്ളതെങ്കിൽ രണ്ടുപേരും എന്ത് ചെയ്യും? ഇൻകം ടാക്സിൻ്റെ സ്ലാബുകളിൽ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് എന്താണ്? ടാക്സ് പെർസെൻറ്റേജിലാണ് ഇൻക്ലൂഡ് ആവുക അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് സാലറി ഉള്ള പേഴ്സൺസ് എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ഓഫ് എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? വെർട്ടിക്കൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ്? 50,000 ഇൻകം ഉള്ളൊരു ആളെന്ത് ചെയ്യണം? നമ്മുടെ 1 lakh ഇൻകം ഉള്ള ആളേക്കാൾ എന്ത് ചെയ്താൽ മതി? കുറവ് എമൗണ്ട് എന്ത് ചെയ്താൽ മതി? ടാക്സ് റേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, കുറവ് എമൗണ്ട് എന്ത് ചെയ്താൽ മതി? ടാക്സ് റേറ്റ് കൊടുത്താൽ മതി. ഇതിനാണ് നമ്മൾ വെർട്ടിക്കൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. ടാക്സ് പ്രോഗ്രസിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരാളുടെ ഇൻകം കൂടി വരുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും? നമ്മുടെ ടാക്സ് റേറ്റിലെ സ്ലാബുകളിൽ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് സ്ലാബുകളിലേക്ക് അയാൾ എന്ത് ചെയ്യും? മാറും അല്ലേ. പണ്ട് അയാൾക്ക് ഇൻകം കുറവായിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്താൽ മതി? കുറച്ചൊരു എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് കൊടുത്താൽ മതി. എന്നാൽ വീണ്ടും ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അയാളുടെ സ്ലാബ് മാറുകയും ഒരു കൂടിയ പെർസെൻറ്റേജ് ഓഫ് ഇൻകം ടാക്സ് എന്ത് ചെയ്യണം? അയാൾ കൊടുക്കേണ്ടി വരും അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക? ടാക്സ് പ്രോഗ്രസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇക്വിറ്റിയും അതുപോലെ തന്നെ ഇക്വാലിറ്റിയും തമ്മിലുള്ളൊരു ഡിഫറൻസ് അല്ലേ. ഇക്വിറ്റിയും ഇക്വാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്കറിയാം. അതായത് ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക? ഒരുപോലെ കൺസിഡർ ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇനി ഐഡിയ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. ഇതാണ് ഫുട്ബോൾ മാച്ചിൻ്റെ ഗ്രൗണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാച്ച് നടന്നുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ പുറത്തൊരു മതിലുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ എന്തുണ്ട്? ടിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റാതെ എന്ത് ചെയ്യുന്നുണ്ട്? 3 പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മതിലിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വാച്ച് ചെയ്യുന്നുണ്ട്. 3 പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട്? മതിലിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാച്ച് വാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? ഫസ്റ്റത്തെ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? വളരെ എന്താണ്? ഹൈറ്റ് ഉള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഒരു മാച്ച് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പാരിറ്റീവ്ലി കുറച്ച് ഹൈറ്റ് കുറവാണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ 3 പേര് നമുക്ക് ഒരേപോലെ കൺസിഡർ ചെയ്യാൻ പറ്റും. 3 പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സെയിം അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും. ഇവിടെ ഈക്വാലിറ്റി കൺസിഡറേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഓരോരുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട ഫെസിലിറ്റി നമ്മൾ കൊടുക്കണം. ഇപ്പോൾ പൈസ ഇല്ലാണ്ട് മാച്ച് കാണാമെന്ന് പറയുന്നത് എന്താണ്? നോക്കുന്ന സമയത്ത് തെറ്റൊക്കെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ
ഇത് അവരുടെ കാണാനുള്ള ഒരു ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് നിങ്ങൾ പോകണ്ട. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, സെക്കൻഡ് പേഴ്സണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കല്ലിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു പലകൻ്റെ കഷ്ണമൊക്കെ എന്ത് ചെയ്യാം നമ്മൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാച്ച് കാണാൻ പറ്റുന്നത്. തേർഡ് പേഴ്സൺ നല്ല ഹൈറ്റ് കുറവാണ്, നമ്മൾ എന്ത് ചെയ്യണം, 2 കല്ലിൻ്റെ കഷ്ണമൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഈ 3 പേർക്കും ഒരേപോലെ ആ മാച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 പേരെയും ഈക്വലി കൺസിഡർ ചെയ്യാതെ അവരുടെ എന്താണോ അവർക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ട്രീറ്റ് ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബെനഫിറ്റ് പ്രിൻസിപ്പിളാണ്. ഇത് ബെനഫിറ്റ് പ്രിൻസിപ്പിളാണ്. കാരണം എന്താണ്, ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ സർവീസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സർവീസിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, ബെനഫിറ്റ് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ടോൾ റോഡ് എന്ന് പറയുന്നത് എന്താണ്, ഹൈലി എന്താണ്, അത്രയും എന്താണ് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അത്രയും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു റോഡായിരിക്കും ഈ ടോൾ റോഡ്സ് ഒക്കെ അല്ലേ. നമ്മൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, ഈ ടോൾ റോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേയ്മെൻറ്റ് കൊടുക്കണം. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസ് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താ ചെയ്യുന്നത്, നമ്മൾ ബെനഫിറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടാക്സ് എന്ത് ചെയ്യാണ്, നമ്മൾ പേ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ബെനഫിറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടാക്സിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, ബെനഫിറ്റ് പ്രിൻസിപ്പിൾ എന്ന ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, the benefit principle. The sixth one എന്താണ് ചോദിക്കുന്നത്, വിച്ച് ഓഫ് ഫോർമുല ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടാക്സ് മൾട്ടിപ്ലയർ. എന്താണ് മൾട്ടിപ്ലയർ? മൾട്ടിപ്ലയർ ആരെ കൊണ്ടുവന്നിട്ടുള്ളത്, നമുക്കറിയാമല്ലേ, JM കെയ്ൻസ് ആണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലയർ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. JM കെയ്ൻസ്, ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സിലെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏതാണ്, ദ ജനറൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് മണി ആണല്ലേ JM കെയ്ൻസിൻ്റെ ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് അല്ലേ. ഈ JM കെയ്ൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു റോൾ മോഡൽ ആവണം അദ്ദേഹം കേട്ടോ. അതായത് നമ്മളിപ്പോൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ചില എക്കണോമിക്സുകളൊക്കെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഒരു ഹീറോ ആയിട്ട് നിലനിൽക്കണം. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ഹീറോ ആണ് JM കെയ്ൻസ് എന്ന് പറയുന്നത്. കാരണം അത്രയും എഫക്റ്റീവ് ഡിമാൻഡിനും അതുപോലെ തന്നെ അഗ്രിഗേറ്റഡ് ഡിമാൻഡിനും അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷനൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ ഈ മൾട്ടിപ്ലയറിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അത് കണ്ടുപിടിച്ച തന്നെ കെയ്ൻസ് ആണല്ലോ. അപ്പോൾ മൾട്ടിപ്ലയർ എന്താ പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്താ പറയുന്നത്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണ് എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഫബറ്റ്സ് ഏതാ, ഇറ്റ്സ് കെ അല്ലേ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നുകിൽ നമുക്ക് ഇതിനെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPG എന്ന് എഴുതാം അല്ലേ. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPG എന്ന് എഴുതാം അല്ലേ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ എന്താണ്, ഇനീഷ്യലി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ എമൗണ്ട് എഫക്റ്റ് എന്തിൽ മാറ്റം വരും, നമ്മുടെ ഇൻകത്തിൽ മാറ്റം വരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്താണ്, 4 ആണ് നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യാണ്, 100 റുപ്പീസ് ആണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഇനീഷ്യൽ 100 റുപ്പീസിൽ നിന്നും മൾട്ടിപ്പിൾ എമൗണ്ട്, അതായത് 4 ടൈംസ് എമൗണ്ട് എന്തുണ്ടാവും, ഇൻകത്തിൽ ജനറേഷൻ വരും. ദാറ്റ് മീൻസ് 100 റുപ്പീസ് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ 4 ആയിരിക്കെ നമ്മുടെ ഇൻകം ജനറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 400 ആയിരിക്കും. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിപ്ലയർ എഫക്റ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ MPCനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും എന്തുണ്ടാവുക, മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടായിരിക്കുക. MPCയും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറും നമ്മൾ എന്തായിരിക്കും, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് MPC കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ മൾട്ടിപ്ലയർ എഫക്റ്റ് കൂടുമെന്നുള്ളതാണ്. അപ്പോൾ MPS കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, മൾട്ടിപ്ലയർ എഫക്റ്റ് കുറയും. കാരണം കെയ്ൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, അഗ്രിഗേറ്റ് ഡിമാൻഡിനാണ്, ഇഫക്റ്റീവ് ഡിമാൻഡിനാണ്. അതായത് നിങ്ങൾ ഡിമാൻഡ് ചെയ്താൽ മാത്രമേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടായാൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായാലേ വീണ്ടും അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, വീണ്ടും പ്രൊഡക്ഷൻ കൂടുള്ളൂ. ഇപ്പോൾ ഇൻ കേസ് വാട്ടവർ എന്തും നമ്മൾ കൺസ്യൂം ചെയ്യട്ടെ, ഇപ്പോൾ നമ്മളൊരു പഞ്ചസാരയോ അല്ലെങ്കിൽ ചായപ്പൊടിയോ വാട്ടവർ നമ്മൾ കൺസ്യൂം ചെയ്യട്ടെ, അത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് കൂടുന്നുണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്
റിലേറ്റ് ചെയ്ത ആളുകൾക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നു, അവർക്ക് ഇൻകം കിട്ടുന്നു, ഇക്കണോമിക് ഗ്രോ ആവുന്നു, വീണ്ടും കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കൺസംഷൻ, ഈ ഒരു എഫക്റ്റീവ് ഡിമാൻഡാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇക്കണോമിയുടെ ഗ്രോത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ആര് പറയുന്നത്, ജെയിം കെയ്ൻസ് പറയുന്നത്. അപ്പോൾ MPC കൂടുമ്പോൾ എന്ത് കൂടും, മൾട്ടിപ്ലയർ എഫക്റ്റ് കൂടും അല്ലേ. അപ്പോൾ MPCയും മൾട്ടിപ്ലയറും തമ്മിൽ എന്തായിരിക്കും, ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലേ. MPCയും അതുപോലെ തന്നെ മൾട്ടിപ്ലയറും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ MPSഉം അതുപോലെ തന്നെ മൾട്ടിപ്ലയറും തമ്മിൽ എന്തായിരിക്കും, ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. കാരണം എന്താ, സേവിങ്സ് കൂടുമ്പോൾ കൺസംഷൻ കുറയുകയും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയുകയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുകയും ഇൻകം കുറയുകയും നാഷണൽ ഇൻകം കുറയുകയും ചെയ്യും. അപ്പോൾ MPSഉം മൾട്ടിപ്ലയറും തമ്മിലൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിൽ പറയുന്നത്. ഇനി ടാക്സ് മൾട്ടിപ്ലയർ എന്താ പറയുന്നത്, ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, എ ആണ്. ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞൂലേ, കൺസംഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുന്നു, ഇൻകം കൂടുന്നു, നാഷണൽ ഇൻകം കൂടുന്നു. ഇതേപോലെ തന്നെ ടാക്സ് റേറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്കറിയാം. നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, YD എന്ന് പറയുന്നത് എത്രയാണ്, YD ഈക്വൽ ടു എന്താണ്, നമ്മുടെ പേഴ്സണൽ ഇൻകം മൈനസ് ടാക്സ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ YD എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അല്ലേ. അപ്പോൾ ബാക്കി ഉണ്ടാകുന്ന എമൗണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാക്ട്ലി നമ്മൾ കൺസംഷന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എക്സാക്ട്ലി നമ്മൾ കൺസംഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഇൻകത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, എന്താണ് ടാക്സ് റേറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ പേഴ്സണൽ ഇൻകം കുറഞ്ഞു വരും അല്ലേ. പേഴ്സണൽ ഇൻകം കുറഞ്ഞു വരാമെന്ന് വരുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ കൺസംഷൻ കുറയില്ലേ. കൺസംഷൻ കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയില്ലേ. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയാന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയില്ലേ. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻകം കുറയില്ലേ. ഇൻകം കുറയാന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും, നമ്മുടെ നാഷണൽ ഇൻകം കുറയില്ലേ. നമ്മുടെ നാഷണൽ ഇൻകം കുറയും, നമ്മുടെ നാഷണൽ ഇൻകം കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് റേറ്റ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ GDP റേറ്റ് എന്ത് ചെയ്യും, കുറയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകം എന്ത് ചെയ്യും, കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടാക്സ് മൾട്ടിപ്ലയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ടാക്സ് റേറ്റിൽ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ GDPയിൽ അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് എന്ത് ചെയ്യണം, ടാക്സ് റേറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ നാഷണൽ ഇൻകം കുറയില്ല. ടാക്സ് റേറ്റ് കൂടുന്ന സമയത്ത് നാഷണൽ ഇൻകം കുറയുന്നു. അതുപോലെ തന്നെ ടാക്സ് റേറ്റും കുറയുന്ന സമയത്ത് ഡിസ്പോസിബിൾ ഇൻകം കൂടുകയും കൺസംഷൻ കൂടുകയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും പ്രൊഡക്ഷനും നാഷണൽ ഇൻകം ഒക്കെ ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആവാനുള്ള കാരണം എന്താണ്, ഈ ഗ്രോത്ത് റേറ്റും അതുപോലെ തന്നെ ടാക്സ് റേറ്റ് തമ്മിൽ എന്താണ്, ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ആവാനുള്ള കാരണം. സോ -MPC ഡിവൈഡഡ് ബൈ 1 - MPC ആണ് എന്ത് പറയുന്നത്, ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതെന്താണ് പറയുന്നത്, ടാക്സ് മൾട്ടിപ്ലയർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടാക്സ് മൾട്ടിപ്ലയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്, നമ്മളുടെ ടാക്സ് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാഷണൽ ഇൻകത്തിൽ അല്ലെങ്കിൽ GDPയിൽ വരുന്ന ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സ് മൾട്ടിപ്ലയറിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്ലസ് അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഉണ്ട്, ഗവൺമെൻറ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ ഉണ്ട്, ഗവൺമെൻറ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ ഉണ്ട്. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, 1 ഡിവൈഡഡ് ബൈ 1 - MPC ഇൻറ്റു ഡെൽറ്റ G ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കിട്ടും. ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്തിനേക്കാൾ കൂടുതലായിരിക്കും, ടാക്സ് മൾട്ടിപ്ലയറിനേക്കാൾ കൂടുതലായിരിക്കും. ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്തിനേക്കാൾ കൂടുതലായിരിക്കും, ടാക്സ് മൾട്ടിപ്ലയറിനേക്കാൾ എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടാക്സ് മൾട്ടിപ്ലയർ എപ്പോഴും എന്തായിരിക്കും, വീക്കർ ദാൻ എന്തായിരിക്കും, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആയിരിക്കും. സോ ഇതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കിട്ടിയിട്ടുണ്ടോ? യെസ്. 7th question. Which of the following is not true in the case of indifference curve? എന്താണ് ഇൻഡിഫറൻസ് കർവ്? സോ ഇൻഡിഫറൻസ് കർവ് പറയുന്നത് എന്താണ്, നമ്മൾ രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസ് ചേർത്ത് വരയ്ക്കുന്ന കർവാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിലും എന്താണ്, ദാറ്റ്സ് ഗീവ് ദ ദാറ്റ്സ് ഗീവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈ ആക്സിസിൽ എന്ത് ചെയ്യും, വൈ എന്ന് പറയുന്ന ഒരു കൂട്ടുണ്ടായിരിക്കും. സോ ഇതിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഗുഡും നമ്മൾ എന്ത് ചെയ്യണം, എക്സ് കൂടുതൽ കൺസ്യൂം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈ കുറയ്ക്കണം അല്ലേ. അതുപോലെ തന്നെ എക്സ് വീണ്ടും കൺസ്യൂം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈ കുറച്ച് വരണം. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. നമ്മൾ എക്സ് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈ കുറച്ച് വരണം. കാരണം നമ്മൾ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ഉണ്ട്,
ഉള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ എച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ വൈ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ എച്ച് കൂടുതലായിട്ട് കൂട്ടി വരുമ്പോൾ വൈ ഇങ്ങനെ കുറച്ച് വരുന്ന സമയത്ത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഇങ്ങനെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നത്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയി മാറുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പിംഗ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലുള്ള ഓരോ കോമ്പിനേഷനിലും ആക്ച്വലി എന്തുണ്ട്, ഓരോ പോയിന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിൻ്റെയും വൈൻ്റെയും കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. ദാറ്റ്സ് ഗീവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, ഇവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഓരോ പോയിന്റിൽ എക്സിൻ്റെയും വൈൻ്റെയും കോമ്പിനേഷൻസ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ കോമ്പിനേഷൻസ് ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ് നമുക്ക് തരുന്ന എന്താണ്, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. സോ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഒന്നെന്താണ്, ഇൻഡിഫറൻസ് കർവ് എന്തായിരിക്കും, ഒന്നെന്തായിരിക്കും, അത് നെഗറ്റീവ് സ്ലോപ്പിംഗ് ആയിരിക്കും അല്ലേ, ഒന്ന് നെഗറ്റീവ് സ്ലോപ്പിംഗ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്തായിരിക്കും, അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. പിന്നെന്താണ്, ദിസ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും അല്ലേ. പിന്നെന്താണ്, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ് ദ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ലോവർ ഇൻഡിഫറൻസ് കർവ് ഗീവ് ദ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലേ. ദ ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, അതായത് രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. ഇൻഡിഫറൻസ് കർവുകൾ എപ്പോഴും എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, പാരലായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലേ. ഇതിപ്പോൾ എന്താണ്, ഫസ്റ്റത്തെ IC1 ആണെങ്കിൽ സെക്കൻഡ് IC2 ആണ്, ദെൻ തേർഡ് എന്തായിരിക്കും, IC3 ആയിരിക്കും. അല്ലാതെ ഒരിക്കലും ഇൻഡിഫറൻസ് കർവ് തമ്മിൽ എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യില്ല, ഒരിക്കലും കൂട്ടിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു കോമൺ പോയിന്റിൽ രണ്ട് ഇൻഡിഫറൻസ് കർവും തരുന്ന എന്തായിരിക്കും, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്നാൽ ഇവിടെ ഇതെന്താണ്, IC1 ഇതെന്താണ്, IC2 ആണ്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണ്, higher indifference curve give the higher level of satisfaction, lower indifference curve give the lower level of satisfaction. അപ്പോൾ കൂട്ടിമുട്ടുന്ന സമയത്ത് കോമൺ പോയിന്റ് വരും. കോമൺ പോയിന്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് രണ്ട് ഇൻഡിഫറൻസ് കർവും പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ആ കോമൺ പോയിന്റിൽ. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യാണ്, ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. സോ എന്താണ് പറയുന്നത്, ഇതിൽ ട്രൂ അല്ലാത്ത ഫാക്ടറാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ട്രൂ അല്ലാത്ത ഫാക്ടേഴ്സാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താ പറയുന്നത്, ദി ഇൻഡിഫറൻസ് കർവ് ആർ യൂഷ്വലി കോൺവെസ്റ്റ് ഓർ ബോർഡ് ഇൻവേർഡ്. നമ്മൾ പറഞ്ഞില്ലേ, കോൺവെസ്റ്റ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താണ്, കോൺവെസ്റ്റ് ടു ദി ഒറിജിൻ ആണെന്നുള്ളത് നമുക്കറിയാം. ദെൻ സെക്കൻഡ് എന്താ പറയുന്നത്, ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് എന്താ പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് ഫോർ ദ ടു ഗുഡ്സ് ദാറ്റ് ആർ പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ഇസ് ഷേപ്ഡ് ദ റൈറ്റ് ആംഗിൾ. അതായത് കോംപ്ലിമെന്റ് ഗുഡ്സും ഉണ്ട്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഇല്ലേ. കോംപ്ലിമെന്റ് ഗുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കോംപ്ലിമെന്റ് ഗുഡ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, സൂചി നൂലെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരുമിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നൂലില്ലെങ്കിൽ നമുക്ക് സൂചി കൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപകാരം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ട്രഡീഷണൽ വേയിൽ ഞാൻ പറയുകയാണ്, എന്താണ്, നൂലില്ലെങ്കിൽ ചിലപ്പോൾ സൂചി എന്താണ് ഉപകാരം ഉണ്ടാവും എന്നുള്ളത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, അത് ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷൂവും ഷോക്സും അല്ലേ, അതുപോലെ തന്നെ പാനയും ഇങ്കും അല്ലേ. ഇങ്ക് യൂസ് ചെയ്യുന്ന പാനയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, പാനയ്ക്ക് ഇങ്കും വേണം. ഇങ്ക് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അവിടെ പാനയും വേണം. അപ്പോൾ പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്തായിരിക്കും, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എൽ ഷേപ്പ്ഡ് ആയിരിക്കും. അതായത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എൽ ഷേപ്പ്ഡ് ആയിരിക്കും. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എൽ ഷേപ്പ്ഡ് ആയിരിക്കും എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, രണ്ടും എന്താണ്, പെർഫെക്റ്റ് പ്രൊപ്പോർഷനേറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടും എന്താണ്, നമ്മൾ ടുഗെദർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, എൽ ഷേപ്പ്ഡ് ആയിട്ട് മാറുന്നത്. ഇനി എന്താ പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് ഫോർ ദ ടു ഗുഡ്സ് ദാറ്റ് ആർ ദ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. കറക്റ്റാണ്. കാരണം എന്താണ്, നമ്മൾ ഇൻഡിഫറൻസ് കർവ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒന്നിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ഗുഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയാം. അപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, അതെന്തായിരിക്കും, ഡൗൺവേർഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ MRS എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. MRS എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഡൗൺവേർഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഓക്കെ, ദെൻ എന്താ പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് ഫോർ ദ ടു നോർമൽ ഗുഡ്സ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇവിടെ എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ അല്ല. നോർമൽ ഗുഡ്സിന്റെ കേസിൽ എപ്പോഴും എന്തായിരിക്കും, ഇൻഡിഫറൻസ് കർവ് എന്തായിരിക്കും, ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് ഇൻ കർവ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഒരിക്കലും അതെന്തായിരിക്കില്ല, ഡൗൺവേർഡ് സ്ലോപ്പ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. സ്ട്രെയിറ്റ് ലൈൻ ആവുന്നത് എവിടെയാണ്, നമ്മുടെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിലായിരിക്കും. കാരണം എന്താണ്, അവിടെ MRS എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ നോർമൽ ഗുഡ്സിന്റെ കേസിൽ എന്ത് ചെയ്യാണ്, ഇൻഡിഫറൻസ് കർവ് എന്തുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആവുന്നില്ല, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം എന്താണ്, നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഇവിടെ X ആക്സിസിൽ വൈ ഗുഡ് ഉണ്ട്, അതുപോലെ തന്നെ Y ആക്സിസിൽ
എന്തുണ്ട്, സോറി, എക്സ് ആക്സിസിൽ എക്സ് കൂടുണ്ട്, അതുപോലെ തന്നെ വൈ ആക്സിസിൽ എന്തുണ്ട്, വൈ കൂടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈ കുറച്ച് വരണം അല്ലേ. അപ്പോൾ ഇങ്ങനെ എക്സ് കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് വൈ കുറച്ച് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ MRS എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ. ഇതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, ഇതുകൊണ്ടാണ് ആക്ച്വലി എന്ത് പറയുന്നത്, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നത്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം. അതായത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഡിഫറൻസ് കർവ് എടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് IC. ഓക്കെ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട് കേട്ടോ, വൈ കൂട്ടുമുണ്ട്. സോ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് എക്സ് അഡീഷണൽ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ കോമ്പിനേഷൻ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ ആയിരുന്നു അല്ലേ. എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എന്തുണ്ട്, എക്സിൻ്റെയും വൈൻ്റെയും എന്തുണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് എക്സ് അഡീഷണൽ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈ കുറച്ച് വരണം. കാരണം എന്താണ്, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ഉണ്ട് അല്ലേ. വൈ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വരണം അല്ലേ. അപ്പോൾ എക്സ് അഡീഷണൽ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈ ഇങ്ങനെ കുറച്ച് താഴോട്ട് കൊണ്ടുവരണം. എക്സ് എന്ത് ചെയ്യാണ്, കൂടുതലായിട്ട് ഇങ്ങനെ റൈറ്റിലേക്ക് കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, വൈ ഇങ്ങനെ കുറച്ച് വരണം അല്ലേ. അപ്പോൾ ഇങ്ങനെ എച്ച് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി വൈ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വരുന്ന സമയത്ത് നമ്മുടെ MRS അല്ലേ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അതാണ് ഇതിൻ്റെ എന്ത് പറയുന്നത്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. നമ്മുടെ IC കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മളിപ്പോൾ A എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ B എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ C എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇതിൽ ഓരോ പോയിന്റിൽ എന്തുണ്ട്, എക്സിൻ്റെയും വൈൻ്റെയും കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഓരോ കോമ്പിനേഷൻസും ഓരോ പോയിന്റും നമുക്ക് തരുന്ന എന്താണ്, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ദാറ്റ്സ് കോൾഡ് ദ ഇൻഡിഫറൻസ് കർവ്. A ആണെങ്കിലും അതുപോലെ തന്നെ B ആണെങ്കിലും അതുപോലെ തന്നെ C ആണെങ്കിലും എന്താണ്, ദാറ്റ്സ് ഗീവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത് കോൺസെപ്റ്റ് ഓക്കെ ആണോ, ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഓക്കെ അല്ലേ. സോ ഇനി 8th ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, വെൻ ഈച്ച് പ്ലെയർ ഹാസ് ചൂസൺ ഹിസ് ഓർ ഹെർ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ഗിവൺ ദ സ്ട്രാറ്റജി ചൂസൺ ബൈ അതർ പ്ലെയർ ദ സിറ്റുവേഷൻ ഈസ് റെഫേർഡ് ടു ആസ്. എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ, എന്താണ് നമുക്ക് പറയാമല്ലേ, നാഷ് ഈക്വിലിബ്രിയം ആണല്ലേ. ഒറ്റൊരു വേർഡിൽ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ. കറക്റ്റ് ആൻസർ ഈസ് നാഷ് ഈക്വിലിബ്രിയം അല്ലേ. കിട്ടിയിട്ടുണ്ടോ, നാഷ് ഈക്വിലിബ്രിയം അല്ലേ, കിട്ടിയില്ലേ, യെസ്. ദെൻ 9th ക്വസ്റ്റ്യന് നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ദ 9th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി നാഷണൽ ഇൻകം ബൈ ദ പ്രൊഡക്റ്റ് മെത്തേഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ടേഴ്സ് ആർ കൺസിഡർ ചെയ്ത്. നമുക്കറിയാം നാഷണൽ ഇൻകം കൺസിഡർ ചെയ്യുന്നത്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് നമുക്ക് 3 മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രൊഡക്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയാം. വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി നമുക്കറിയാം നമ്മളൊരു ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ പല പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ആഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ആ വാല്യൂ, അതായത് അഡീഷണലി ആഡ് ചെയ്യുന്ന എല്ലാ വാല്യൂസിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം, വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം ഏതൊക്കെ മേഖലയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ എല്ലാ സെക്ടേഴ്സിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. പ്രൈമറി സെക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ തേർഷറി സെക്ടർ ആണെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. പ്രൈമറി സെക്ടറും സെക്കൻഡറിയും തേർഷറി സെക്ടറും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം അല്ലേ. എ എന്താ പറയുന്നത്, രജിസ്ട്രേഡ് മാനുഫാക്ചറിങ് ഇൻക്ലൂഡഡ് ആണ്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് അതും ഇൻക്ലൂഡഡ് ആണ്. മൈനിങ് ആൻഡ് ക്വയറിങ് അതും ഇൻക്ലൂഡഡ് ആണ്. ദെൻ അൺരജിസ്ട്രേഡ് മാനുഫാക്ചറിങ് ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഈ എന്താ പറയുന്നത്, നോൺ മോണിറ്റൈസ്ഡ് ആക്ടിവിറ്റീസ്, ഇതെന്താണ്, റോങ് ആണ് കേട്ടോ. സോ ഇതിലെന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ABCD ആണ് എന്ന് പറയുന്നത് ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ C ഇസ് എ കറക്റ്റ് ആൻസർ. ABCD, C ഇസ് എ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ദെൻ അല്ലേ, ഓക്കെ. ദെൻ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് എന്താണ്, ഏകദേശം ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് ഇരിക്കുക. ഇതിന് നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്, ഇതിൽ നിന്ന് കുറച്ച് തിയറീസ് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്താ പറയുന്നത്, ഫസ്റ്റ് അക്കോർഡിംഗ് ടു ആക്സിലറേറ്റർ മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഇസ് എ പ്രൊപ്പോർഷനേറ്റ് ടു ദ ചേഞ്ച് ഇൻ GDP. എന്താണ് ആക്സിലറേറ്റർ മോഡൽ, ആരാണ് ഈ ആക്സിലറേറ്റർ മോഡൽ പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്, നമുക്കറിയാം JB ക്ലാർക്കാണ് എന്ത് പറയുന്നത്, ആക്സിലറേറ്റർ മോഡൽ എന്ത് ചെയ്യുന്നത്, പ്രൊപ്പൗണ്ട് ചെയ്യുന്നത് കേട്ടോ. JB ക്ലാർക്ക് എന്താ പറയുന്നത്, അദ്ദേഹം എന്താ പറയുന്നത്, JB ക്ലാർക്ക് എന്താ പറയുന്നത്,
നമുക്കറിയാം ആക്സിലറേറ്റഡ് മോഡൽ ഇസ് എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയർ ആരെ കൊണ്ടുവന്നിട്ടുള്ളത്? കെയ്ൻസ് ആണ് അല്ലേ. കെയ്ൻസ് എന്താ മൾട്ടിപ്ലയറിൽ പറയുന്നത്? കെ ഇസിക്കൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. എന്താ പറയുന്നത്? ഇനീഷ്യലി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്തുണ്ടാവും? ഇൻകത്തിൽ എന്ത് വരും? ഇൻക്രിമെൻ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെയ്ൻസിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കി കാണുന്നത് അല്ലേ. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? ഒരു ഫേം വിചാരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഒരു ഗവൺമെൻറ് വന്നിട്ട് എന്ത് ചെയ്യാണ്? കുറച്ച് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാണ്? ഒരു 100 കോടി രൂപ എന്ത് ചെയ്യാണ്? ഒരു ഫേമോ വാട്ടവർ ആരെങ്കിലും എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് വിചാരിക്കുക. ഈ 100 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ സെയിം 100 കോടിയിലാണ് എന്തുണ്ടാവുക? എക്കണോമിക് ഇൻകം ജനറേറ്റ് ആവുക? ഒരിക്കലും അല്ലേ അല്ലേ. ഇപ്പോൾ 100 കോടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടും അല്ലേ. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് കൂടുതൽ ഇൻകം കിട്ടും. ഇൻകം കിട്ടുന്ന സമയത്ത് വീണ്ടും എഗെയിൻ എന്ത് ചെയ്യും? അവർ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യും? വീണ്ടും അവരെന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ വീണ്ടും എന്ത് കൂടും? പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടും. വീണ്ടും എന്ത് കൂടും? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും അല്ലേ. വീണ്ടും എന്ത് കൂടും? ഇൻകം കൂടുതൽ. ഇതെന്ത് ചെയ്യും? ഒരു ചെയിൻ ടു ചെയിൻ ഒരു റിയാക്ഷനാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? 100 കോടി മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എന്താണ് അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്തുണ്ടാവും? നമ്മുടെ ഇൻകത്തിൽ എന്ത് ചെയ്യും? ജനറേഷൻ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ 100 കോടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലയർ വാല്യൂ 4 ആണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ 4 ടൈംസ്, അതായത് 100 × 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? 400 ടൈംസ് എന്തായിരിക്കും? 400 എന്തായിരിക്കും? നമ്മുടെ ഇൻകത്തിൽ എന്ത് വരും? ജനറേഷൻ വരും അല്ലേ. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്ലയർ എഫക്റ്റ് കൊണ്ട് നമ്മൾ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് എന്ത് പറയുന്നത്? JB ക്ലാർക്കിൻ്റെ ആക്സിലറേറ്റർ മോഡൽ അദ്ദേഹം പറയുന്നത്. എന്താണ് പറയുന്നത്? ഒരിക്കലും ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഇൻകം ഉണ്ടാക്കുന്നത്, മറിച്ച് എന്താണ്? ഇൻകം ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? JB ക്ലാർക്ക് പറയുന്നത്. ദാറ്റ് മീൻസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ് മീൻസ് ഒരാളുടെ കയ്യിൽ ഇൻകം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമെന്ന് വിചാരിക്കുക. ഇൻകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യൂലേ. കൺസ്യൂം ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കൂടാണ് അല്ലേ. കൺസ്യൂം ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കൂടാണ് ചെയ്യുന്നത് അല്ലേ. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ എൻ്റെ ഗുഡ്സിൻ്റെ മുകളിൽ ഒരുപാട് പേർക്ക് ഡിമാൻഡ് വരുന്നുണ്ട്. ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമല്ലോ. എന്തിനും കൂടുതൽ പ്രൈസിന് വിൽക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തും. ഈ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? ഞാൻ കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ദെൻ എന്ത് സംഭവിക്കും? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ആളുകളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യും? ഇൻകം വരുന്നത് കൂടും. ഇൻകം കൂടുന്ന സമയത്ത് എഗെയിൻ എന്ത് സംഭവിക്കും? വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടില്ലേ. ഇൻകം കൂടുന്ന സമയത്ത് വീണ്ടും കൺസ്യൂം ചെയ്യും. വീണ്ടും കൺസ്യൂം ചെയ്യാന്ന് പറയുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കും? വീണ്ടും അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. വീണ്ടും അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടാന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വീണ്ടും എന്ത് ചെയ്യും? പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യൂലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇനീഷ്യലി വന്നിട്ടുള്ള ഒരു ഇൻകത്തിന് മുകളിലുണ്ടായിട്ടുള്ള കൺസംഷൻ എന്തുണ്ടാക്കുന്നുണ്ട്? മൾട്ടിപ്ലയർ എഫക്റ്റ് ആക്ച്വലി എന്തുണ്ടാക്കുന്നുണ്ടാവാം? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യാം? ജനറേഷൻ ഉണ്ടാക്കുന്നുണ്ടാവാം അല്ലേ. ഇതാണ് ആക്ച്വലി ആക്സിലറേറ്റർ പറയുന്നത്. അതായത് മൾട്ടിപ്ലയർ എന്താ പറയുന്നത്? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇനീഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്തുണ്ടാക്കും? ഇൻകം ജനറേഷൻ ഉണ്ടാക്കും. എന്നാൽ അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് JB ക്ലാർക്ക് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഇൻകം ഉണ്ടാക്കുന്നത്, ഇൻകത്തിൽ നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ആക്സിലറേറ്റർ മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഇസ് എ പ്രൊപ്പോർഷൻ ടു ചേഞ്ച് ഇൻ GDP. കറക്റ്റ് ആണ് അല്ലേ. അതാണ് നമ്മുടെ JB ക്ലാർക്കിൻ്റെ ആക്സിലറേറ്റർ മോഡൽ നമ്മൾ പറയുന്നത്. ബി എന്താ പറയുന്നത്? ദ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ദ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്ലസ് ദ ഇൻഫ്ലേഷൻ റേറ്റ്. ഇത് റോങ് ആണ്. കാരണം റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്ലസ് അല്ല വരാം, എന്താണ്? മൈനസ് ആണ് വരാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? റോങ് ആണ് കേട്ടോ. ദെൻ എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്? ദ ഹയർ ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ദ ഹയർ ദ റെൻ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കറക്റ്റ് ആണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. ഒരിക്കലല്ല. നമുക്കറിയാം വേരിയബിൾ, നമുക്കറിയാം സ്റ്റോക്ക് വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോ വേരിയബിൾ ഉണ്ട്. ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിനാണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? ഒരു പീരീഡ് ഓഫ് ടൈമിലാണ്. ദാറ്റ് മീൻസ് എന്താണ്? അത് ഫ്ലോ വേരിയബിൾ ആണ് അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? റോങ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്ലോ വേരിയബിൾ ആണ്, നോട്ട് എ സ്റ്റോക്ക് വേരിയബിൾ. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് റെസിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് എ ലോ വെൻ ദ മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് ആർ ഹൈ. കറക്റ്റ് ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അപ്പം കറക്റ്റ് ആൻസർ റോങ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇതിൽ എ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. എ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എ കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരെ പോയിട്ട് എന്ത് ചെയ്താൽ മതി? എ ഉള്ള ഓപ്ഷൻസ് മാത്രം ചൂസ് ചെയ്യുക. ബിയും അതുപോലെ തന്നെ സിയും ചൂസ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്താൽ മതി? എ ഇല്ലാത്ത ഈ 2 ഓപ്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഇവിടെ എന്താണ്? രണ്ടിലും ഇ ഉണ്ട് അല്ലേ. രണ്ടിലും ഇ ഉണ്ടെന്ന് നമുക്കറിയാം. സോ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതിൽ സിയും അതുപോലെ തന്നെ ബി, ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ബി എന്താണ്? റോങ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. സി ആണ് കറക്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. ഇതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ,
സോ നമ്മൾ ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെറും 10 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് മോർ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. വളരെ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കണം. അപ്പോൾ CUT PGൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സാമിന് കുറച്ച് ഡേയ്സും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം കുറച്ച് ഡേയ്സ് മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാമെന്നുള്ളതാണ്. സോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ്, നമ്മുടെ എക്കോണമി നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. സോ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.